നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ തെറ്റുന്നുണ്ടോ? എളുപ്പത്തിൽ ഗിയർ ഇടാൻ സാധിക്കുന്നില്ലേ? ഗിയർ തെറ്റാതെ വണ്ടി ഓടിക്കുവാനായിട്ടുള്ള ചില സിമ്പിൾ ട്രിക്കുകൾ ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾക്ക് ഉറപ്പായിട്ടും ഒരു പരിഹാരം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, ഗിയർ തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഗിയറിന്റെ പൊസിഷനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. വണ്ടി പഠിക്കുന്ന തുടക്കക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഗിയറിന്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇവിടുന്ന് വണ്ടി മുന്നോട്ടെടുക്കാം. ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഞാനിത് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ഒരു ഗിയർ ഇടുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാനിതേ വണ്ടി മെല്ലെ മുന്നോട്ടെടുക്കുന്നു. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി മുന്നോട്ടെടുത്തു. ഇപ്പോൾ വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലാണ്. നിങ്ങൾ കുറച്ചും കൂടെ ആക്സിലറേറ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലാണ്. അതിനുശേഷം മെല്ലെ നിങ്ങൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുക. അതായത് ആക്സിലറേറ്റർ കുറച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് വണ്ടിക്ക് ഓൾറെഡി കുറേ അധികം നേരം ഒരു റണ്ണിങ് കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെല്ലെ ക്ലച്ച് ചവിട്ടി ആ ഗിയറിന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ഗിയർ ഇടുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നിലവിൽ വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ആക്സിലറേറ്റർ നല്ല രീതിയിൽ അങ്ങ് കൊടുത്തു. വണ്ടിക്ക് നല്ല റണ്ണിങ് ആണ്. ഓക്കെ, അതിനുശേഷം ഞാൻ മെല്ലെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഓക്കെ, ഞാൻ ഗിയർ ഇടുന്നത് കണ്ടില്ലേ? ഞാൻ മെല്ലെയാണ് സെക്കൻഡ് കൊടുത്തത്. ക്ലച്ചിൽ നിന്ന് കാലയച്ചതും മെല്ലെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആക്സിലറേറ്റർ കൊടുത്ത് വളരെ സുഗമമായിട്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ പോകുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഞാൻ തേർഡ് ഗിയർ ഒന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ, തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ ഇടുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് ഞാൻ നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി കണ്ടില്ല, ഓൾറെഡി റണ്ണിങ്ങിലാണ്. മെല്ലെ കാലെടുത്ത് ക്ലച്ചിൽ വെച്ച് ക്ലച്ച് ചവിട്ടി ഇതേ തേർഡ് ഗിയർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുക. വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ ഓരോ ഗിയറും നിങ്ങൾ മുന്നോട്ട് ചേഞ്ച് ചെയ്യുന്ന അവസരങ്ങളിൽ കുറച്ച് വണ്ടിക്കൊന്ന് മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം അടുത്തൊരു ഗിയർ ഇടുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ബ്രേക്കിൽ എൻ്റെ കാല് വരുന്നു. ചെറിയൊരു വളവാണ് ഇത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാനിത് സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. ക്ലച്ചിൽ നിന്ന് കാലയച്ചു. അതായത് ആ വളവ് വന്ന് തിരിഞ്ഞതിന് ശേഷമല്ല ഞാൻ അഡ്വാൻസ് ചെയ്തത്, വളവിന് മുന്നേ തന്നെ ഞാൻ ഗിയർ അഡ്വാൻസ് ചെയ്തു. അങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണം വണ്ടിക്ക് ഓൾറെഡി റണ്ണിങ്ങും കിട്ടും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുവാനും സാധിക്കും. ഓക്കെ, ഞാൻ ഇത് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തു. വണ്ടിക്ക് മൂവ്മെന്റ് ആക്കി. വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഞാനിത് ക്ലച്ച് ചവിട്ടി വീണ്ടും മുന്നോട്ട് തേർഡ് ഗിയർ അങ്ങ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. ഇത് വീണ്ടും മുന്നിലായിട്ട് ഒരു ഗട്ടർ കണ്ടു. ഞാനിത് അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുത്തു. കാരണം മുഴുത്ത ഗട്ടറാണ്. അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് അങ്ങ് ചെയ്തപ്പോൾ വളരെ എളുപ്പമായി. അഡ്വാൻസ് ചെയ്താലുള്ള ഒരു ഗുണം നിങ്ങൾക്ക് ഗിയർ ഇടുവാനായിട്ടുള്ള ഒരു ടൈം കിട്ടും. ഞാനിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് റണ്ണിങ് ആക്കുന്നു. ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ആക്സിലറേറ്റർ കുറച്ച് ഫുള്ളും വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഞാൻ ഇത് ക്ലച്ച് ചവിട്ടി മെല്ലെ സാവധാനം സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ ഗിയർ ഇടുന്ന അവസരങ്ങളിലും കുറച്ച് മൂവ്മെന്റിൽ അടുത്തൊരു ഗിയർ ഇടുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ബിഗിനർ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ അടുത്തൊരു ഗിയർ നിങ്ങളെ ഇട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. പിന്നെ അടുത്ത ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഗിയർ ഇടുവാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്നുള്ള ഒരു ഗിയർ ചേഞ്ചിങ് നിങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാതെ മെല്ലെ ഓരോ ഗിയറിലേക്ക് നിങ്ങൾ മാറിയാൽ മതി. ഓക്കെ, ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി. ഞാനിത് നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതേ ക്ലച്ച് മെല്ലെ ചവിട്ടാം. അതിനുശേഷം മെല്ലെ ഗിയറിന്റെ ലിവറെ വന്നിട്ട് ഗിയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തേർഡ് ഗിയർ അങ്ങ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതേ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വണ്ടി പോകുന്നത് ഏത് ഗിയറിലാണ്? തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുക്കുന്നു. ആക്സിലറേറ്റർ കുറച്ചു, ക്ലച്ച് മൊത്തത്തിൽ ചവിട്ടി വീണ്ടും ഫോർത്ത് ഗിയർ കൊടുത്തു.
ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇപ്പോൾ വണ്ടി 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. അതേ തേർഡ് കൊടുത്തു, വീണ്ടും ഞാനിത് അഡ്വാൻസ് ചെയ്ത് സെക്കൻഡ് കൊടുത്തു, വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗിയറിന്റെ പൊസിഷൻ മനസ്സിലാക്കി തന്നെ സാവധാനം ഗിയർ ഇടുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ ഗിയറിന്റെ പൊസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഏത് ഗിയർ എങ്ങനെ ഏത് പൊസിഷനിൽ ഇടാമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടത്തുള്ളൂ. നമ്മളൊരു വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. പിന്നീട് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും എല്ലാം നമ്മൾ ആ റോഡിന് അനുയോജ്യമായിട്ട് വണ്ടിക്ക് മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഗിയറും നമ്മൾ മുന്നോട്ടിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഫോർത്ത് ഗിയറിൽ പോകുന്ന അവസരങ്ങളിൽ വീണ്ടും കയറ്റം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കയറ്റമാണെങ്കിൽ വീണ്ടും നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കും. ഇനി വീണ്ടും ആ കയറ്റം തേർഡിൽ പോകുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കും. സെക്കൻഡിലും പോകുന്നില്ലെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിലവിൽ തേർഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഇതേ മുന്നിലായിട്ട് ഒരു കട്ടർ വന്നു. വണ്ടി ഞാൻ സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. കാരണം തേർഡിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്കാണ് വന്നത്. കാരണം മറ്റൊന്നുമല്ല, വണ്ടി അവിടെ തീർത്തും സ്ലോ ആയി. അപ്പൊ നമുക്ക് അവിടെ ഫസ്റ്റ് ഗിയർ ഇട്ടുകൊണ്ട് മാത്രമേ വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഗിയർ ചേഞ്ചിങ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ പേജുണ്ട്. പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.